Welcome to our channel Oram Learning World. Today we are discussing 7th standard basic science. The class is based on SCERT syllabus. Today's class is for English medium students. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 7th കിട്ടിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തന്നെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തന്നെ സെക്കൻഡ് ക്ലാസ് ആണിത്. അപ്പോൾ ഇതിൽ കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് പോർഷൻസ് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഏതൊക്കെ പോർഷൻസ് ആണ് പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടു ഗെറ്റ് മോർ ഈൽഡ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടു ഗെറ്റ് മോർ ഈൽഡ്? ആൻഡ് സീഡ്ലിങ്സ് ദാറ്റ് ആർ ട്രാൻസ്പ്ലാന്റഡ്, സീഡ്ലിങ്സ് ദാറ്റ് ആർ നോട്ട് ട്രാൻസ്പ്ലാന്റഡ്, ഡയറക്റ്റ് ഫ്രം സീഡ്സ്, ദ പ്ലാന്റ്സ് വിച്ച് ഈസ് growing direct from seeds, and the formation of seedlings from seeds is by sexual reproduction. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഡയറക്റ്റ് സീഡ്സിൽ നിന്നും ഫോം ചെയ്യുന്ന പ്ലാന്റ്സിന് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഉണ്ടായതെന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പറഞ്ഞു നമ്മൾ. റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫിൽ നിന്നാണ് പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്? അപ്പോൾ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്. അതിൽ ഒരു ടൈപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ലെയറിങ്. അപ്പോൾ എന്താണ് ലെയറിങ്? വാട്ട് ഈസ് ലെയറിങ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയറിങ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലെയറിങ്? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെയറിങ്ങിൽ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് പഠിക്കാം, എയർ ലെയറിങ്. അപ്പോൾ എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എയർ ലെയറിങ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. പീൽ ഓഫ് 1 cm ഓഫ് ബാർക്ക് ഫ്രം ദ സ്റ്റെം ഇൻ എ സർക്കുലർ ഷേപ്പ്. ആ സർക്കുലർ ഷേപ്പിൽ അതിൻ്റെ പീൽ ഓഫ് ചെയ്യുക 1 cm. നമ്മൾ എടുക്കുന്ന സ്റ്റെമ്മ് ഒരു പെൻസിൽ തിക്കിലുള്ള സ്റ്റെം ആയിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്. ദ സെക്കൻഡ് സ്റ്റെപ്പ്, കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയ്സ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ആ പീൽ ചെയ്ത പാർട്ട് കവർ ചെയ്യുക. കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്, ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് വൈൻസ്, വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീറ്റെയിൻ മോയ്സ്ചർ. അപ്പോൾ നമ്മൾ ആദ്യം ആ പീൽ ചെയ്ത പാർട്ടിലേക്ക് കോക്കനട്ട് ഫൈബറും സോയിലും അതുപോലെ സോഡസ്റ്റും വെച്ചിട്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് ജൂട്ട് വൈൻ വെച്ചിട്ട് ടൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വാട്ടർ വെച്ചിട്ട് നനച്ചു കൊടുക്കുന്നു. അപ്പം ഈ ഫിഗർ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. നോക്കുക, ആ ഫിഗറിൽ പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് ജൂട്ട് വൈൻ വെച്ചിട്ട് അത് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ 2 months ന്യൂമറസ് റൂട്ട്സ് വിൽ ബി സ്പ്രൗട്ടഡ് in that covered area. Cut the branch and plant it in a pot till it is ready to be transplanted in the soil. Plant the sapling in a suitable place. അപ്പോൾ നമ്മൾ ആ കവർ ചെയ്ത ആ പോർഷനിൽ കുറേ റൂട്ട്സ് ഉണ്ടാകും. ഒരു 2 മാസങ്ങൾക്ക് ശേഷം കുറച്ച് റൂട്ട്സ് ഉണ്ടാകുന്നു. എന്നിട്ട് നമ്മൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമ്മൾ അത് സേഫായിട്ട് വെക്കുന്നു. എന്നിട്ട് അത് മണ്ണിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മളത് മണ്ണിൽ കുഴിച്ചിട്ട് പുതിയ പ്ലാന്റായിട്ട് മാറ്റുന്നു. ലെയറിംഗ് ഈസ് ഇഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ ആൻഡ് സപ്പോട്ട. അപ്പോൾ ഈ പ്ലാന്റ്സിലേക്കാണ് ലെയറിങ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. എയർ ലെയറിങ് ഇഫക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ ആൻഡ് സപ്പോട്ടയൊക്കെ. അപ്പോൾ ഇത്രയാണ് എയർ ലെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എയർ ലെയറിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു.
അപ്പോൾ ഏതൊക്കെ ചെടികളിൽ നമുക്ക് എയർ ലെയറിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെയറിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. The second one is serpentine layering, a method of layering which is used chiefly with woody vines and in which the stem to be propagated is laid on the ground and covered with earth at intervals to induce rooting of the buried sections which are later separated to form new plants. Example, paper plants are layered through this serpentine layering and we can produce more plants within a short period. ഷോർട്ട് പീരീഡിൽ നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സെർപ്പൻറ്റൈൻ ലെയറിങ് യൂസ് ചെയ്യുന്നു. പെപ്പർ പ്ലാന്റ്സിലാണ് സെർപ്പൻറ്റൈൻ ലെയറിങ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ആ സോയിലിനടുത്തുള്ള ഒരു ബ്രാഞ്ച് നമ്മൾ ആ സോയിലിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് ആ കവർ ചെയ്ത ഓരോ പോർഷനിലും ഓരോ പുതിയ പ്ലാന്റും ജെർമിനേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ലെയറിങ് ഈസ് ഗ്രൗണ്ട് ലെയറിങ്. ഗ്രൗണ്ട് ലെയറിങ് എന്താ? ഗ്രൗണ്ട് ലെയറിങ് ഓർ സിമ്പിൾ ലെയറിങ് എന്ന് പറയും കേട്ടോ. പ്ലാന്റ്സ് വിത്ത് ലോ ഗ്രോയിങ് ട്രെയിൽ സ്റ്റെംസ് ക്യാൻ ബി ഗ്രൗണ്ട് ലെയർഡ്. പെഗ് ദ സ്റ്റെം ടു ദ ഗ്രൗണ്ട്, കവർ ദ cut in soil and keep it damp. This allows root to form the cambium tissue. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവുന്നു. ഇതങ്ങനെയല്ല, ഒരു സ്റ്റെമ്മ് നമ്മൾ ആ സോയിലിനടിയിലേക്ക് വെച്ച് കവർ ചെയ്യുന്നു. അപ്പോൾ ആ കവർ ചെയ്ത പോർഷനിൽ പുതിയ പ്ലാന്റ്സ് റൂട്ട്സ് ഉണ്ടായിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നു. അതാണ് ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മൗണ്ട് ലെയറിംഗ്. അപ്പം മൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ വിച്ച് വേരിയസ് വുഡി സ്റ്റെംഡ് പ്ലാന്റ്സ് ആർ cut back to the ground in early spring and the new shoots that they develop are covered with soil to a depth of 6 to 8 inches to induce root growth, which forms individual plants that can be removed in the fall. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബ്രാഞ്ചസ് നമ്മൾ ഒരു കുറച്ച് കൂടുതൽ സോയിൽസ് വെച്ചിട്ട് ഡെപ്ത് ഓഫ് 6 to 8 inches വെച്ചിട്ട് നമ്മൾ ആ മണ്ണ് വെച്ചിട്ട് കവർ ചെയ്യും, സോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിനാണ് മൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ട്രെഞ്ച് ലെയറിംഗ്. എ ലോങ് സ്റ്റെം വിത്ത് സം പ്ലാന്റ് എക്സ്പോസ്ഡ് ആൻഡ് സം കവേർഡ് ടു റൂട്ട്. ഹണിസക്കിൾ, ഗ്രേപ്പ് വൈൻസ് ആൻഡ് വിസ്റ്റീരിയ ആർ ഓൾ ഗുഡ് കാൻഡിഡേറ്റ്സ് for this method, as the long flexible vines are easy to bury in a trench, each section with a bud showing above ground. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലോങ് സ്റ്റെംസ് ഉള്ള പ്ലാന്റ്സ് ആണ് ട്രെഞ്ച് ലെയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ലോങ് സ്റ്റെമ്മ് സോയിലിൽ കവർ ചെയ്തിട്ട് അവിടെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നു, കൂടുതൽ പ്ലാന്റ്സ്. ഇതിന് എക്സാമ്പിളൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്ന ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്ന പൂവുണ്ട്, അതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ട്രെഞ്ച് ലെയറിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ടിപ്പ് ലെയറിംഗ്. The propagation of plants by bending a stem to the ground and covering the tip with soil so that roots and new shoots may develop. As the name indicating, the tip layering means ആ ടിപ്പ് നമ്മൾ സോയിൽ കവർ ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ടിപ്പ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലെയറിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു എയർ ലെയറിംഗ് പറഞ്ഞു, സെർപ്പൻറ്റൈൻ ലെയറിങ്, മൗണ്ട് ലെയറിങ്, ഗ്രൗണ്ട് ലെയറിങ്, ട്രെഞ്ച് ലെയറിങ് ആൻഡ് ടിപ്പ് ലെയറിങ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയറിങ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വി ഹാവ് ടു സീ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ലെയറിങ്. Most of the plants can be grown this way. Plants formed from layering do not have as much lifespan as plants formed from seed germination. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. എല്ലാ പ്ലാന്റ്സും നമുക്ക് ഈ രീതിയിൽ നമുക്ക് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മദർ പ്ലാന്റിനേക്കാളും ലൈഫ് സ്പാന് കുറവായിരിക്കും ലെയേർഡ് പ്ലാന്റ്സിന്. ദേ വിൽ ബി ഓഫ് സ്മോളർ സൈസ് ടു. സ്മോളർ സൈസ് പാരന്റ് പ്ലാന്റിനേക്കാളും സ്മോളർ സൈസ് ആയിരിക്കും. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. എല്ലാ
ക്വാളിറ്റീസും ഉണ്ട്. പാരന്റ് പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും. അതുപോലെ ഇഫ് ലെയറിംഗ് ഈസ് ഡൺ ഓൺ ഡിസീസ്ഡ് പ്ലാന്റ്സ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് വിൽ ഓൾസോ ബി ഇൻഫെക്റ്റഡ്. നമ്മൾ ഡിസീസ്ഡ് പ്ലാന്റ്സിലാണ് ലെയറിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂ പ്ലാന്റ്ലെറ്റ്സും ഇൻഫെക്റ്റഡ് ആയിരിക്കും. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് ഇൻ പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. Flowering and fruiting of layered plants will be faster. Through this method, we can produce more saplings within a short period. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ലെയർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല ലെയർഡ് പ്ലാന്റ്സിന്. ടാപ്പ് റൂട്ട് മീൻസ് നമ്മൾ സീഡ് ജെർമിനേഷനിലൂടെ സീഡ്സിലൂടെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റാഡിക്കിളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള റൂട്ടിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ലെയർഡ് പ്ലാന്റ്സ് മീൻസ് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്ന റൂട്ടാണ്. അപ്പം അതുകൊണ്ട് ലെയർഡ് പ്ലാന്റ്സിന് ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല. ദേ റിക്വയർ മോർ കെയർ. ദ ലെയർഡ് പ്ലാന്റ്സ് റിക്വയർ മോർ കെയർ. അപ്പം ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് layering. But next we have to discuss what are the merits and demerits of layering. നമ്മൾ പറഞ്ഞു പെക്യുലാരിറ്റീസ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സ്: most of the plants can be grown this way. They have qualities of the parent plant. Flowering and fruiting of such plants are faster. We can produce more saplings within a short period. These are the merits of the layering. Demerits: short lifespan, smaller size plants. Smaller size plant എന്ന് പറഞ്ഞാൽ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. If layering is done on diseased plants, new plantlets will also be infected. അതൊരു demerit ആണ്. Layered plants do not possess the taproot system. They require more care. These are the demerits of layering. നമുക്കൊരു ടേബിളായിട്ട് അത് പറയാം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാവുക, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇതിലെ എക്സാമ്പിൾസൊക്കെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വർക്ക്ഷീറ്റും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇനി അപ്കമിങ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.